നമസ്കാരം. എല്ലാ PSC ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും കോമ്പറ്റേറ്റർ PSCയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മത്സര പരീക്ഷകളിൽ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക് ഭാഗങ്ങളിലൂടെയാണ്. മറ്റുള്ള എല്ലാ യൂണിഫോം പോസ്റ്റ് പരീക്ഷകളെയും പോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയിലും സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്. അതായത് നമ്മുടെ മാർക്ക് ഒരു പടി ഉയർത്താനും നമുക്കൊരു നല്ല റാങ്കിലേക്ക് എത്തിച്ചേരാനോ സ്പെഷ്യൽ ടോപ്പിക് അനിവാര്യമാണ്. അതായത് 100 മാർക്കിന്റെ പരീക്ഷയിൽ 20 മാർക്കും നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കാണ്. അതിൽ പല പല നിയമങ്ങളും ചട്ടങ്ങളും എല്ലാം ഉൾപ്പെടുന്നു. അതിലേക്കായി നമുക്ക് ആദ്യം പഠിക്കാനുള്ളതാണ് അബ്കാരി നിയമം. 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ 4 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് അബ്കാരി നിയമം. നമുക്ക് അതിലേക്ക് വിശദമായി കിടക്കാം. അബ്കാരി നിയമം, ദ അബ്കാരി ആക്ട് 1 of 1077. ഇതാണ് അബ്കാരി ആക്ടിന്റെ പൂർണ്ണമായ നാമം. ദ അബ്കാരി ആക്ട് 1 of 1077. അതായത് കേരള സംസ്ഥാനത്ത് അബ്കാരി ചട്ടങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള ഒരു സുപ്രധാന നിയമമാണ് 1077 ഒന്നാം അബ്കാരി നിയമം. അബ്കാരി നിയമം പാസാക്കിയത് കൊച്ചി മഹാരാജാവാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അബ്കാരി നിയമം കേരളത്തിലേക്കായി, അതായത് കേരള സംസ്ഥാനം ഒട്ടാകെ വ്യാപിച്ചു കിടക്കുന്ന ഒരു നിയമമാണ്, അഥവാ കേരളം മാത്രം വ്യാപിച്ചു കിടക്കുന്ന ഒരു നിയമമാണ് അബ്കാരി നിയമം. അത് പാസാക്കിയത് കൊച്ചി മഹാരാജാവാണ്. അബ്കാരി നിയമം പാസാക്കിയ വർഷം 1902 ഓഗസ്റ്റ് 5 കൊല്ലവർഷം 1077 പാസാക്കിയ നിയമമായതിനാൽ ഇത് അബ്കാരി ആക്ട് 1077 എന്ന പേരിലും അറിയപ്പെടുന്നു. ഈ ആക്ടിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 1967 ജൂലൈ 29. നമുക്കറിയാം, ഏത് ആക്ട് ആണെങ്കിലും ഏതൊരു നിയമമാണെങ്കിലും സംസ്ഥാനത്താണെങ്കിലും കേന്ദ്രത്തിലായാലും പാസ്സാക്കണമെങ്കിൽ അതിന് രാഷ്ട്രപതിയുടെ അംഗീകാരം വേണം. അതുപോലെ തന്നെ നമ്മുടെ കേരള സംസ്ഥാനത്തിലെ അബ്കാരി നിയമത്തിന്റെ രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 1967 ജൂലൈ 29. അബ്കാരി നിയമത്തിന്റെ ഉദ്ദേശം എന്തെന്നാൽ മദ്യപാനത്തിന്റെ ദൂഷ്യവശങ്ങൾ നിയന്ത്രിക്കുക, മദ്യത്തിന്റെയും ലഹരി വസ്തുക്കളുടെയും ഇറക്കുമതി, കയറ്റുമതി, വിപണനം, നിർമ്മാണം, വിൽപ്പന, കൈവശം വയ്ക്കൽ എന്നിവ സംബന്ധിച്ച് കേരള സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടുള്ള നിയമങ്ങൾ ഏകീകരിക്കുക, അവ പരിഷ്കരിക്കുക. അതായത് നമ്മൾ വിചാരിക്കുന്നത് അബ്കാരി നിയമത്തിൽ മദ്യത്തിലെ മാത്രമായിരിക്കും ഉൾക്കൊള്ളിക്കുക എന്നതാണ്. എന്നാൽ അങ്ങനെയല്ല. മദ്യത്തിന്റെ ദൂഷ്യവശങ്ങൾ നിയന്ത്രിക്കുക, അതുപോലെ തന്നെ മദ്യത്തിന്റെയും മറ്റ് ലഹരി വസ്തുക്കളുടെയും ഇറക്കുമതി, കയറ്റുമതി, വിപണനം, നിർമ്മാണം, വിൽപ്പന, കൈവശം വയ്ക്കൽ എന്നിവ സംബന്ധിച്ച് കേരള സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടുള്ള എല്ലാ നിയമങ്ങളും ഏകീകരിക്കുക, അവ പരിഷ്കരിക്കുക. ഇതാണ് അബ്കാരി നിയമത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം. അടുത്തതായി നമ്മൾ പറഞ്ഞിരുന്നു, ഈ നിയമം ബാധകമാകുന്നത് കേരള സംസ്ഥാനം മുഴുവൻ. കേരള സംസ്ഥാനം മാത്രമാണ് ഈ നിയമത്താൽ ബാധകമാകുന്നത്. ഇനി പഠിക്കാനുള്ളതാണ് അബ്കാരി നിയമത്തിലെ സെഷനുകളുടെ എണ്ണം. എത്ര വകുപ്പുകളാണ് അബ്കാരി നിയമത്തിൽ ഉള്ളത് എന്നൊരു ചോദ്യം വന്നാൽ നമുക്ക് പറയേണ്ടതാണ്, അബ്കാരി നിയമത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന സെഷനുകളുടെ എണ്ണം 72. അബ്കാരി ആക്ട് സംബന്ധിച്ച് ഒരുപാട് സെഷനുകളുണ്ട്. അത് പ്രധാനപ്പെട്ട സെഷനുകളാണ്, മുമ്പ് ചോദിച്ചിട്ടുള്ള സെഷനുകളാണ്. ആദ്യം തന്നെ നമുക്ക് നോക്കാനുള്ളത് ജൂറിസ്ഡിക്ഷൻ അഥവാ അധികാരപരിധി. എന്താണ് അബ്കാരി നിയമപ്രകാരം അധികാരപരിധിയായി പരാമർശിച്ചിരിക്കുന്നത്? അബ്കാരി ഉദ്യോഗസ്ഥൻ നൽകുന്ന റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാൻ മജിസ്ട്രേറ്റിനുള്ള അധികാരപരിധിയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന അബ്കാരി ആക്ട് 1077 സെക്ഷനാണ് സെക്ഷൻ 50. സെക്ഷൻ 50നെ പറ്റിയാണ് നമ്മൾ ആദ്യം പഠിക്കാനുള്ളത്. അതായത് അബ്കാരി ഉദ്യോഗസ്ഥൻ നൽകുന്ന ഒരു റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാൻ മജിസ്ട്രേറ്റിനുള്ള അധികാരപരിധിയെ അതിനെപ്പറ്റി പരാമർശിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ അഥവാ സെഷൻ ഏതെന്ന് ചോദിച്ചാൽ അത് സെക്ഷൻ 50 ആണെന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം. അപ്പം അങ്ങനെ ചോദ്യം വരാം, സെക്ഷൻ 50 എന്തിനുമായി പ്രതിപാദിച്ചിരിക്കുന്നു? മജിസ്ട്രേറ്റിനുള്ള അധികാരപരിധിയാണ്. അതായത് അബ്കാരി ഉദ്യോഗസ്ഥൻ നൽകുന്ന റിപ്പോർട്ടിന്മേലുള്ള മജിസ്ട്രേറ്റിന്റെ അധികാരപരിധിയെ പറ്റി പരാമർശിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 50. ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അബ്കാരി ഓഫീസറുടെ റിപ്പോർട്ട് ഒരു യോഗ്യതയുള്ള മജിസ്ട്രേറ്റിന് അധികാരപരിധി നൽകുന്നു. കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട അന്വേഷണം കാലതാമസം കൂടാതെ പൂർത്തിയാക്കണം. അതെല്ലാം അബ്കാരി ആക്ടിലെ സെക്ഷൻ 50 തന്നെയാണ് പരാമർശിച്ചിരിക്കുന്നത്. കുറ്റകൃത്യങ്ങളിലേക്ക് കുറിച്ചുള്ള അന്വേഷണം പൂർത്തിയാക്കിയ ഉടൻ തന്നെ അബ്കാരി ഉദ്യോഗസ്ഥൻ ആ റിപ്പോർട്ട് അത് പരിഗണിക്കാൻ അധികാരമുള്ള റിപ്പോർട്ടിന് സമർപ്പിക്കണം. ഇത് പ്രകാരമുള്ള ഒരു റിപ്പോർട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ 1973 CRPC 173 സബ്സെക്ഷൻ 2 പ്രകാരം ഒരു പോലീസ് റിപ്പോർട്ടിന്മേലാണ് മജിസ്ട്രേറ്റിന് സമർപ്പിക്കേണ്ടത്. നമുക്കറിയാം, ഒരു കുറ്റകൃത്യങ്ങളെ കുറിച്ചുള്ള അന്വേഷണം പൂർത്തിയാക്കിയ ഉടൻ തന്നെ ഒരു അബ്കാരി ഉദ്യോഗസ്ഥൻ ആ റിപ്പോർട്ട് അത് പരിഗണിക്കാൻ അധികാരതയുള്ള ഒരു മജിസ്ട്രേറ്റിന് സമർപ്പിക്കണം. ഇത് പ്രകാരമുള്ള ഒരു റിപ്പോർട്ട്, അതായത് ഒരു പോലീസ് റിപ്പോർട്ടിനെ പറ്റിയാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. പോലീസ് റിപ്പോർട്ടിനെ പറ്റി പരാമർശിച്ചിരിക്കുന്നതും സെക്ഷൻ 50 ആ റിപ്പോർട്ട് 1973 CRPC 173 സബ്സെക്ഷൻ 2 പ്രകാരം പോലീസ് റിപ്പോർട്ടിന്മേലാണ് മജിസ്ട്രേറ്റിന് സമർപ്പിക്കേണ്ടതെന്നാണ് നമുക്ക് നിയമത്തിൽ പഠിക്കാനുള്ളത്. എന്നാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, CRPC നമ്മുടെ ഇന്ത്യയിൽ ഇപ്പം നിലവിലില്ല. അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ മാറ്റിക്കൊണ്ടാണ് നമുക്ക് BNSS ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത നിലവിൽ വന്നത്. ആ BNSSലെ 193 പ്രകാരമാണ് നമുക്ക് പോലീസ് റിപ്പോർട്ട് പഠിക്കാനുള്ളത്. ആ പോലീസ് റിപ്പോർട്ടിന്മേലാണ് മജിസ്ട്രേറ്റിന് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അടുത്ത സെക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെക്ഷൻ 50
റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ സ്വീകരിക്കേണ്ട നടപടിക്രമം. ഒരു പോലീസ് റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ സ്വീകരിക്കേണ്ട നടപടിക്രമം പറയുന്ന സെക്ഷൻ ഏതെന്ന് ചോദിച്ചാൽ സെക്ഷൻ 50A ആണ്. റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തന്നെ മജിസ്ട്രേറ്റ് കൈക്കൊള്ളേണ്ട നടപടിക്രമങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. പ്രസ്തുത കേസ് കൈകാര്യം ചെയ്യുന്ന മജിസ്ട്രേറ്റ് അബ്കാരി ഉദ്യോഗസ്ഥർ സമർപ്പിച്ച റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം ആ കേസ് സെഷൻ കോടതിയുടെ അധികാരപരിധിയിൽ വരുന്നതാണെങ്കിൽ ആ കേസ് സെഷൻ കോടതിയിലേക്ക് സമർപ്പിക്കേണ്ടതാണ്. അതായത് ഒരു കേസ് പരിശോധിച്ചതിന് ശേഷം ആ കേസ് ഏത് കോടതിയുടെ അധികാരപരിധിയിൽ വരുന്നതാണോ എന്ന് തീരുമാനിക്കേണ്ടതൊക്കെ സെക്ഷൻ 50A പരാമർശിക്കുന്ന രീതിയിലാണ്. അതായത് അധികാരപരിധിയിൽ ഏത് കോടതിയുടെ അധികാരപരിധിയിലാണോ വരുന്നത് ആ കേസ് സെഷൻ കോടതിയിലേക്കാണെങ്കിൽ അങ്ങോട്ട് തന്നെ മാറ്റേണ്ടതാണെന്ന് പരാമർശിക്കുന്നത് സെക്ഷൻ 50A-യിലാണ്. അടുത്തതായി സെക്ഷൻ 51 മജിസ്ട്രേറ്റിന് മുമ്പിൽ സാക്ഷികളെ ഹാജരാക്കാൻ അബ്കാരി ഇൻസ്പെക്ടർക്കുള്ള അധികാരം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മുമ്പുള്ള പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഒരു ഏരിയയാണ്, ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതായത് അബ്കാരി ഇൻസ്പെക്ടർക്ക് സാക്ഷികളെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കാൻ ഏത് സെക്ഷനാണ് അധികാരം നൽകുന്നത് എന്ന് ചോദിച്ചാൽ സെക്ഷൻ 51. സെക്ഷൻ 51 പ്രകാരമാണ് ഒരു മജിസ്ട്രേറ്റിന് മുമ്പിൽ സാക്ഷികളെ ഹാജരാക്കാൻ അബ്കാരി ഇൻസ്പെക്ടർക്കുള്ള അധികാരം പരാമർശിച്ചിരിക്കുന്നത്. മജിസ്ട്രേറ്റിന് മുന്നിൽ സാക്ഷികളെ ഹാജരാക്കാൻ അബ്കാരി ഇൻസ്പെക്ടർക്കുള്ള അധികാരപരിധിയെ പറ്റി പരാമർശിക്കുന്നു. സെക്ഷൻ 51 പ്രകാരം ഒരു അബ്കാരി ഇൻസ്പെക്ടർ കസ്റ്റഡിയിലെടുത്ത വ്യക്തിയെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കാവുന്നതാണ്. നമുക്കറിയാം, നമുക്ക് ആ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട് അബ്കാരി ഇൻസ്പെക്ടറുടെ സാക്ഷികളെ ഹാജരാക്കാം. മജിസ്ട്രേറ്റിന് കേസിന്മേൽ വിചാരണ നടത്താനും പ്രതിക്ക് ജാമ്യം അനുവദിക്കാനും അധികാരമുണ്ട് എന്ന് പറയുന്നതും സെക്ഷൻ 51 തന്നെയാണ്. അടുത്ത സെക്ഷൻ 52 പ്രത്യേക അധികാരമില്ലാതെ പ്രതിയെ 24 മണിക്കൂർ കൂടുതൽ കസ്റ്റഡി വെക്കാൻ പാടില്ല. പ്രത്യേക ശ്രദ്ധിക്കേണ്ടതാണ്, സെക്ഷൻ 52 പ്രകാരം ഈ കേസ് പരിഗണിക്കുന്ന മജിസ്ട്രേറ്റിന്റെ പ്രത്യേക അനുമതിയില്ലാതെ 24 മണിക്കൂറിൽ കൂടുതൽ ഒരു വ്യക്തിയെ കസ്റ്റഡിയിൽ വെക്കാൻ പാടില്ല. നമുക്കറിയാം, ഏതൊരു വ്യക്തിയാണെങ്കിലും ഏതൊരു കേസിനാണെങ്കിലും അറസ്റ്റ് ചെയ്താൽ പ്രത്യേക അധികാരപരിധി ഇല്ലെങ്കിൽ 24 മണിക്കൂർ കൂടുതൽ ആരെയും കസ്റ്റഡിയിൽ വെക്കാൻ സാധിക്കില്ല. എന്ത് കേസ് തന്നെ ആയാലും, അബ്കാരി കേസ് തന്നെ ആയാലും 24 മണിക്കൂറിൽ കൂടുതൽ ഒരാളെ കസ്റ്റഡിയിൽ വെക്കണമെങ്കിൽ പ്രത്യേക അനുമതി തന്നെ വേണം. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷനാണ് സെക്ഷൻ 53B. മുമ്പ് ചോദിച്ചിട്ടുള്ള സെക്ഷനാണ്. പിടിച്ചെടുത്ത വസ്തുക്കളിന്മേലുള്ള കോടതിയുടെ അധികാരപരിധി അഥവാ തൊണ്ടി മുതൽ എന്നൊക്കെ നമുക്ക് പരാമർശിക്കാം. അതായത് ഒരു അബ്കാരി നിയമവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പിടിച്ചെടുക്കുന്ന വസ്തുക്കളുണ്ടെങ്കിൽ അതിന്മേലുള്ള അധികാരപരിധിയെ പരാമർശിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 53B. അബ്കാരി നിയമപ്രകാരം പിടിച്ചെടുത്ത വസ്തുക്കളിന്മേലുള്ള കോടതിയുടെ അധികാരപരിധിയെ പറ്റി പരാമർശിക്കുന്നു. അബ്കാരി നിയമപ്രകാരം കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ച ഏത് വാഹനവും കസ്റ്റഡിയിലെടുക്കാവുന്നതോ തടഞ്ഞു വെക്കാവുന്നതോ ആണ്. ഇങ്ങനെ കസ്റ്റഡിയിലെടുത്ത വാഹനത്തിന്റെ മാർക്കറ്റ് വിലയിൽ നിശ്ചയിച്ചിട്ടുള്ള പണം ബോണ്ടായി കെട്ടിവെച്ചുകൊണ്ട് താൽക്കാലികമായി വിട്ടയക്കാവുന്നതുമാണ്. അതായത് നമ്മൾ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു അബ്കാരി നിയമപ്രകാരം എന്തെങ്കിലും കുറ്റം ചെയ്താൽ അല്ലെങ്കിൽ ഈ അബ്കാരി നിയമം ലംഘിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പ്രവൃത്തി ചെയ്താൽ അതൊരു വാഹനവുമായി ബന്ധപ്പെട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആ വാഹനം പോലീസിന് അറസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന് അറസ്റ്റ് ചെയ്ത് ഒരു സർക്കാരിന്റെ കയ്യിലേക്കായി കണ്ടുകെട്ടാവുന്നതാണ്. ആ കണ്ടുകെട്ടുന്ന വാഹനം ഇങ്ങനെ കസ്റ്റഡിയിലെടുത്ത വാഹനത്തിന്റെ മാർക്കറ്റ് വിലയിൽ നിശ്ചയിച്ചിട്ടുള്ള പണം ബോണ്ടായി കെട്ടിവെച്ചുകൊണ്ട് താൽക്കാലികമായി വിട്ടയക്കാവുന്നതുമാണ്. അതുപോലെ അങ്ങനെ പറയുന്ന കാര്യങ്ങളെല്ലാം, അതായത് വാഹനം പിടിച്ചെടുക്കാവുന്നതും വിട്ടയക്കാവുന്നതുമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നതാണ് സെക്ഷൻ 53B. വളരെ ശ്രദ്ധിക്കേണ്ട സെക്ഷനാണ് 53B. അബ്കാരി നിയമപ്രകാരം പിടിച്ചെടുത്ത വസ്തുക്കളിൽ മേലുള്ള കോടതിയുടെ അധികാരപരിധിയെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു. അടുത്തതായി നമുക്ക് കടക്കാൻ പോകുന്നത് മദ്യവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുമാണ്. മദ്യത്തിന്റെ ഇറക്കുമതി, കയറ്റുമതി, ഗതാഗതം. മദ്യത്തിന്റെ ഗതാഗതം, നമുക്ക് മദ്യത്തിനെ പറ്റി ഒരുപാട് പഠിക്കാനുണ്ട്. ഇനിയും മദ്യത്തിന്റെ ഒരുപാട് ഡെഫിനേഷൻസ് അഥവാ നിർവചനങ്ങളെല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. അതിനു മുമ്പേക്കായി മദ്യത്തെ പറ്റി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സെഷനുകളാണ്. അത് നമുക്ക് ആദ്യം തന്നെ നോക്കിയിട്ട് ഡെഫിനേഷനിലേക്ക് കടക്കാം. ആദ്യം തന്നെ സെഷൻ 6 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെഷനാണ്. മദ്യത്തെ പറ്റിയുള്ള സെഷനാണ്. മദ്യമോ ലഹരി മരുന്നോ ഇറക്കുമതി ചെയ്യരുത് എന്ന് അനുശാസിക്കുന്ന സെഷനാണ് സെക്ഷൻ 6. ചോദ്യങ്ങൾ ഇങ്ങനെ തന്നെ വരാം. ഏത് സെക്ഷനാണ് മദ്യമോ ലഹരി മരുന്നോ ഇറക്കുമതി ചെയ്യരുത് എന്ന് പരാമർശിച്ചിരിക്കുന്നത് ചോദിച്ചാൽ സെക്ഷൻ 6 എന്നാൽ സെക്ഷൻ 6(1) നോക്കൂ. 6 തന്നെ ഒന്നിച്ച് കൂട്ടി പഠിക്കാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് 6(1). മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്ന് ഇറക്കുമതി ചെയ്യുന്നത് സർക്കാരിന്റെയോ സർക്കാർ അംഗീകാരമുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെയോ അനുമതി കൂടാതെ അവ ഇറക്കുമതി ചെയ്യരുത് എന്ന് പരാമർശിക്കുന്നതാണ് സെക്ഷൻ 1. അപ്പം സെക്ഷൻ 6 സബ്സെക്ഷൻ 1 പ്രകാരം നമുക്ക് ഒരു കാര്യം കൂടെ ചിന്തിക്കാം. സർക്കാരിന്റെയോ അല്ലെങ്കിൽ സർക്കാരിന്റെ അംഗീകാരമുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെയോ അനുമതി ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കുമതി ചെയ്യാം എന്നുകൂടി 6(1) പ്രകാരം നമുക്ക് ചിന്തിക്കാം. 6 പറയുന്നു മദ്യം ഇറക്കുമതി ചെയ്യരുത്, അത് ശിക്ഷാർഹമാണെന്ന് തന്നെയാണ് അനുശാസിക്കുന്നത്. എന്നാൽ 6(1) പറയുന്നത് എന്തെന്നാൽ സർക്കാരിന്റെയോ സർക്കാർ അംഗീകാരമുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെ അനുമതി കൂടാതെ അവ ഇറക്കുമതി ചെയ്യരുത് എന്നാണ്. ഇനി സെക്ഷൻ 7
നമ്മൾ സെക്ഷൻ 6 നോക്കിയ പോലെ തന്നെ സെക്ഷൻ 7 നമുക്ക് പഠിച്ചെടുക്കാവുന്നതാണ്. മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്ന് കയറ്റുമതി ചെയ്യരുത്, അതായത് കയറ്റുമതി ചെയ്യരുത് എന്ന് പരാമർശിച്ചിരുന്ന സെക്ഷനാണ് സെക്ഷൻ 7. സെക്ഷൻ 7 6 പോലെ തന്നെ സെക്ഷൻ 6 ഇറക്കുമതിയുടെ കാര്യം പറയുന്നെങ്കിൽ സെക്ഷൻ 7 കയറ്റുമതിയുടെ കാര്യമാണ് പറയുന്നത് മാത്രമേ വ്യത്യാസമുള്ളൂ. എന്നാൽ സെക്ഷൻ 7(1) അതുപോലെ തന്നെ 6(1) പരാമർശിക്കുന്ന പോലെ തന്നെ മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്ന് കയറ്റുമതി ചെയ്യുന്നതിന് സർക്കാരിന്റെ അംഗീകാരം ലഭിച്ച ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെയോ അനുമതി കൂടാതെ കയറ്റുമതി ചെയ്യാൻ പാടില്ല. അതായത് അനുമതി ഉണ്ടെങ്കിൽ കയറ്റുമതി ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. നമുക്കൊന്നുകൂടെ നോക്കാം. സെക്ഷൻ 6 എന്ന് പറയുന്നത് മദ്യമോ ലഹരി മരുന്നോ ഇറക്കുമതി ചെയ്യരുത്. 6(1) എന്ന് പറയുന്നത് സർക്കാരിന്റെയോ പ്രത്യേക അനുമതിയുള്ള ഉദ്യോഗസ്ഥന്റെ അംഗീകാരം കൂടാതെ ഇറക്കുമതി ചെയ്യരുത്. 7 പറയുന്നത് കയറ്റുമതി ചെയ്യരുത്. 7(1) പറയുന്നത് സർക്കാരിന്റെ അംഗീകാരം ലഭിച്ച ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെ അനുമതി ഇല്ലാതെ കയറ്റുമതി ചെയ്യരുത് എന്നാണ്. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. സെക്ഷൻ 8 വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. സെക്ഷൻ 8 ഒരുപാട് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സെക്ഷനാണ്. നമ്മൾ പ്രത്യേകം തന്നെ എടുത്തു പഠിക്കേണ്ട ഒരു സെക്ഷൻ തന്നെയാണ് സെക്ഷൻ 8. എന്നാൽ ചാരായവുമായി ബന്ധപ്പെട്ട ഒരു സെക്ഷൻ ഏതെന്ന് ചോദിച്ചാൽ സെക്ഷൻ 8 ആണ്. ചാരായ നിർമ്മാണം, ഇറക്കുമതി, കടത്ത്, കൈവശം വെക്കൽ, സംഭരണം, വിൽപ്പന തുടങ്ങിയവ നിരോധിച്ചിട്ടുള്ള അബ്കാരി ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 8. അതായത് ചാരായത്തിന്റെ നിർവചനം നമുക്ക് വേറെ പഠിക്കാനുണ്ട്, നമ്മൾ പഠിക്കുന്നതാണ്. ചാരായത്തിന്റെ നിർമ്മാണം, ഇറക്കുമതി, കയറ്റുമതി, കടത്ത്, കൈവശം വെക്കൽ, സംഭരണം, വിൽപ്പന, അതായത് ചാരായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വസ്തുക്കളും എല്ലാ കാര്യങ്ങളും തന്നെ നിരോധിച്ചിട്ടുള്ള അബ്കാരി ആക്ടിലെ വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ അത് സെക്ഷൻ 8 ആണ്. ഏതാണ് ചാരായവുമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നിരോധിച്ചിട്ടുള്ള വകുപ്പ് എന്ന് ചോദിച്ചാൽ സെക്ഷൻ 8 എന്ന് തന്നെ നമുക്ക് പറയാം. അടുത്ത് സെക്ഷൻ 8(1) അത് ഒരു പെർമിറ്റിനെ പറ്റി പരാമർശിക്കുന്ന സെക്ഷൻ എന്ന് ചോദിച്ചാൽ സെക്ഷൻ 8(1) ആണ്. സെക്ഷൻ 8(1) ഒരു വ്യക്തിയും പെർമിറ്റ് എന്തെന്ന് നമുക്ക് നോക്കാം. പെർമിറ്റ് എന്നാൽ പെർമിറ്റ് ഇല്ലാതെ ചാരായം നിർമ്മിക്കുകയോ അവയുടെ ഇറക്കുമതിയോ കയറ്റുമതിയോ ചെയ്യുകയോ അവ കൈവശം വെക്കുകയോ സംഭരിക്കുകയോ വിതരണം ചെയ്യുകയോ അല്ലെങ്കിൽ അവയെ കുപ്പിയിലാക്കുകയോ വിൽക്കുകയോ ചെയ്യരുത്. അതായത് ഇതിനെല്ലാത്തിനും ഒരു പെർമിറ്റ് ആവശ്യമാണെന്ന് നമ്മൾ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. പെർമിറ്റ് ഇല്ലാതെ ചാരായം നിർമ്മിക്കുകയോ അവയുടെ ഇറക്കുമതിയോ കയറ്റുമതിയോ ചെയ്യുകയോ അവയെ കൈവശം വയ്ക്കുകയോ സംഭരിക്കുകയോ വിതരണം ചെയ്യുകയോ അങ്ങനെ യാതൊന്നും തന്നെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 8(1). നമ്മൾ 6(1) പഠിച്ചു, 7(1) പഠിച്ചു. ഇതിന് 8(1) നമ്മൾ പ്രത്യേകം എടുത്ത് പഠിക്കേണ്ടതാണ്. 8(1). അടുത്ത സെക്ഷൻ 8(2). സെക്ഷൻ 8(1) പ്രകാരമുള്ള ഏതെങ്കിലും വ്യവസ്ഥകൾ ആരെങ്കിലും ലംഘിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ലഭിക്കുന്ന ശിക്ഷ 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് സെക്ഷൻ 8(2). സെക്ഷൻ 8(2) എന്ന് തന്നെ ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തിരിച്ചും നമുക്ക് ചോദിക്കാം. അതായത് 8(1) പ്രകാരമുള്ള ഏതെങ്കിലും വ്യവസ്ഥകൾ ആരെങ്കിലും ലംഘിച്ചാൽ, അതായത് ചാരായവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വ്യവസ്ഥ നമ്മൾ ലംഘിക്കുകയാണെങ്കിൽ ആ ലംഘനത്തിലുള്ള ശിക്ഷയെ പറ്റി പരാമർശിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 8(2). ആ വ്യക്തിക്ക് ലഭിക്കുന്ന ശിക്ഷ എന്തെന്നാൽ 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും. അതായത് ചാരായ നിരോധനമൊക്കെ നമ്മുടെ കേരളത്തിൽ പ്രാബല്യത്തിലുള്ള ഒരു വസ്തുത തന്നെയാണ്. അപ്പം അബ്കാരി നിയമത്തിലെ സെക്ഷൻ 8(1) ചാരായം നിരോധിച്ചുകൊണ്ടുള്ള നിയമങ്ങൾ അനുശാസിക്കുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിയമലംഘനം നടത്തി കഴിഞ്ഞാൽ സെക്ഷൻ 8(2) പ്രകാരം ആ നിയമലംഘനം നടത്തുന്ന വ്യക്തിക്ക് 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും വരെ ലഭിക്കാം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ എടുത്തു പഠിക്കേണ്ട ഒരു സെക്ഷൻ തന്നെയാണ് 8. അടുത്തത് സെക്ഷൻ 9. മദ്യമോ ലഹരി മരുന്നോ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് കടത്തുന്നതും നിരോധിച്ചുകൊണ്ടുള്ള നിയമങ്ങൾ ഗവൺമെന്റിന് വിജ്ഞാപനം വഴി പുറപ്പെടുവിക്കാവുന്നതാണെന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 9. അതായത് മദ്യമോ മറ്റ് ലഹരി മരുന്നുകളോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കടത്താം, അതിനെല്ലാം സർക്കാർ പെർമിറ്റ് നൽകും. എന്നാൽ അങ്ങനെയുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ സർക്കാരിന് നിരോധിക്കാനും അധികാരതയുണ്ട്. അങ്ങനെയുള്ള നിരോധനം ഒരു വിജ്ഞാപനം വഴി പുറപ്പെടുവിക്കണമെന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 9. അതാണ് പറയുന്നത്, മദ്യമോ ലഹരി മരുന്നോ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് കടത്തുന്നത് നിരോധിക്കുന്ന നിയമങ്ങൾ ഗവൺമെന്റ് വിജ്ഞാപനം വഴി, പ്രത്യേകം ശ്രദ്ധിക്കുക, വിജ്ഞാപനം വഴി പുറപ്പെടുവിക്കേണ്ടതാണ്. അഥവാ തിരിച്ചു ചോദിക്കാം, വിജ്ഞാപനം വഴി പുറപ്പെടുവിക്കേണ്ടതാണെന്ന് പരാമർശിക്കുന്ന സെക്ഷൻ ഏതെന്ന് ചോദിച്ചാൽ അത് നമുക്ക് പറയാം സെക്ഷൻ 9 ആണ്. അടുത്ത സെക്ഷൻ 10. മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്നുകളുടെയോ കടത്തൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 10. നമുക്കറിയാം കടത്താൻ സാധിക്കും, എങ്ങനെയൊക്കെയാണ് കടത്താൻ സാധിക്കുന്നതെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കാൻ പറ്റും. അപ്പം മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്നുകളുടെ കടത്തൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്, അതിനെപ്പറ്റി പരാമർശിച്ചിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 10. നമുക്ക് സെക്ഷൻ 10 ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സെക്ഷൻ 10 പ്രകാരം സർക്കാർ വിജ്ഞാപനത്തിലൂടെ പുറപ്പെടുവിച്ച അളവിൽ കൂടുതൽ മദ്യമോ ലഹരി വസ്തുക്കളോ കടത്തുവാൻ പാടുള്ളതല്ല.
അതുപോലെ തന്നെ മദ്യമോ ലഹരി മരുന്നോ സംബന്ധിക്കുന്ന വിജ്ഞാപനം ഗവൺമെന്റ് കാലാകാലങ്ങളിൽ ഗസറ്റിലൂടെ പ്രസിദ്ധപ്പെടുത്തുന്നതാണ്. അതായത് സർക്കാർ വിജ്ഞാപനത്തിലൂടെ പുറപ്പെടുവിച്ച അളവിൽ മാത്രമേ നമുക്ക് മദ്യങ്ങൾ കടത്താൻ സാധിക്കുകയുള്ളൂ. അതുപോലെ എന്തെങ്കിലും വിജ്ഞാപനങ്ങൾ ഉണ്ടെങ്കിൽ ആ വിജ്ഞാപനം കാലാകാലങ്ങളിൽ ഗസറ്റിലൂടെ പ്രസിദ്ധപ്പെടുത്തേണ്ടതാണ്. അതായത് പല കാലങ്ങളിലും കാലദേശാനുസൃതമായി നിയമങ്ങൾക്കെല്ലാം മാറ്റങ്ങൾ വരുന്നതാണ്. അപ്പോൾ പ്രത്യേക തരത്തിലുള്ള എന്തെങ്കിലും നിയമങ്ങൾ ഉണ്ടാക്കണമെങ്കിലോ മാറ്റം വരുത്തണമെങ്കിലോ അത് സർക്കാർ ഗസറ്റിലൂടെ പ്രസിദ്ധപ്പെടുത്തേണ്ടതാണെന്ന് പരാമർശിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 10. അപ്രകാരം പുറപ്പെടുവിക്കുന്ന സർക്കാർ വിജ്ഞാപനങ്ങൾ കേരള സംസ്ഥാനം ഒട്ടാകെയോ അല്ലെങ്കിൽ ചില പ്രദേശങ്ങൾ മാത്രമായി ബാധകമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, കേരള സംസ്ഥാനത്തെ നിയമമാണ് അബ്കാരി നിയമം എന്ന് നമ്മൾ നോക്കിയതാണ്. കേരള സംസ്ഥാനം ഒട്ടാകെ അല്ലെങ്കിൽ ചില പ്രദേശങ്ങൾക്ക് മാത്രമായിട്ടോ നമുക്ക് അബ്കാരി നിയമത്തിൽ എന്തെങ്കിലും ചട്ടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങളോ ഒക്കെ വരുത്താൻ സാധിക്കും. അപ്രകാരം പുറപ്പെടുവിക്കുന്ന സർക്കാർ വിജ്ഞാപനങ്ങൾ കേരള സംസ്ഥാനം ഒട്ടാകെയോ അല്ലെങ്കിൽ ചില പ്രദേശങ്ങൾ മാത്രമായോ ബാധകമാണ്. അടുത്തായി, സർക്കാർ ഇതിലേക്കായി അനുവദിച്ചിട്ടുള്ള പെർമിറ്റ് പ്രകാരം മാത്രമേ ഇത്തരം വസ്തുക്കൾ കടത്താനും സാധിക്കൂ. നമ്മൾ പറഞ്ഞു പെർമിറ്റാണ് എല്ലാത്തിനും അധികാരികമായിട്ടുള്ള ഒരു രേഖ. ഇനി വകുപ്പ് 11, മദ്യമോ ലഹരി പദാർത്ഥങ്ങളോ കടത്തുന്നതിന് ആവശ്യമായ പെർമിറ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി ആക്ടിലെ നിയമമാണ് സെക്ഷൻ 11. സെക്ഷൻ 11 നമ്മൾ എടുത്ത് പ്രത്യേകം പഠിക്കേണ്ടതാണ്. അബ്കാരി ആക്ടില് പെർമിറ്റുകളെ പറ്റി പരാമർശിക്കുന്ന സെക്ഷൻ ഏതെന്ന് ചോദിച്ചാൽ സെക്ഷൻ 11. സെക്ഷൻ 11 നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. നമുക്ക് അതിലേക്ക് കടക്കാം. സെക്ഷൻ 11, മദ്യമോ ലഹരി മരുന്നോ കൊണ്ടുപോകുന്നതിനുള്ള പെർമിറ്റ് നൽകുന്നത് കമ്മീഷണറോ അല്ലെങ്കിൽ അതിനുവേണ്ടി യഥാക്രമം അധികാരപ്പെടുത്തിയ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനോ ആണ്. അതായത് മദ്യമോ ലഹരി മരുന്നോ കൊണ്ടുപോകുന്നതിനുള്ള പെർമിറ്റ് എന്തായാലും ആവശ്യമാണ്. അങ്ങനെയുള്ള പെർമിറ്റ് നൽകുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് കമ്മീഷണറോ അല്ലെങ്കിൽ അതിനുവേണ്ടി യഥാക്രമം അധികാരപ്പെടുത്തിയ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനോ ആയിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, ആരാണ് പെർമിറ്റ് നൽകുന്നതെന്നോ ചോദ്യം വരാം. അത് കമ്മീഷണർ ആയിരിക്കും, എക്സൈസ് കമ്മീഷണർ ആയിരിക്കും പെർമിറ്റ് നൽകുന്നത്. അല്ലെങ്കിൽ അതിനുവേണ്ടി യഥാക്രമം അധികാരപ്പെടുത്തിയ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനോ മദ്യമോ ലഹരി മരുന്നോ കൊണ്ടുപോകുന്നതിനായി പെർമിറ്റ് നൽകാവുന്നതാണ്. ഇങ്ങനെ അനുവദിക്കുന്ന പെർമിറ്റുകളുടെ കാലാവധി ഒരു നിശ്ചിത കാലയളവിലേക്കോ ഒരു പ്രത്യേക അവസരത്തിലേക്കോ വേണ്ടി മാത്രമായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു പെർമിറ്റ് ഉണ്ടെന്ന ഉള്ള ധൈര്യത്തിൽ കാലാകാലങ്ങളോളം മദ്യമോ അതുപോലുള്ള ലഹരി മരുന്നോ കടത്തുവാനൊന്നും ആർക്കും സാധിക്കില്ല. അപ്പോൾ ഒരു പെർമിറ്റ് നൽകിയിട്ടുണ്ടെങ്കിൽ അതൊരു പ്രത്യേക കാലയളവിലേക്ക് വേണ്ടി മാത്രം പരിമിതപ്പെടുത്തിയിട്ടുള്ളവയായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രത്യേക അവസരത്തിലേക്ക് വേണ്ടി മാത്രമായിരിക്കും നൽകുന്നത്. ഓരോ പെർമിറ്റും താഴെ പറയുന്നത് വ്യക്തമാക്കണം. നമുക്ക് ഇനി നോക്കാനുള്ളത് പെർമിറ്റിലുള്ള ഘടകങ്ങളാണ്. എന്തൊക്കെയായിരിക്കും പെർമിറ്റിലുള്ളത്? ഒരു മദ്യം കടത്തണമെങ്കിൽ പെർമിറ്റ് വേണം. പെർമിറ്റിന് ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ, മദ്യമോ ലഹരി മരുന്നോ കൊണ്ടുപോകാൻ അധികാരമുള്ള വ്യക്തിയുടെ പേര്. തീർച്ചയായും ഒരു കടത്തലാണ്. അപ്പോൾ കടത്തുന്നത് ആരാണെന്നും നിയമപരമാണോ എന്നെല്ലാം തീരുമാനിക്കണമെങ്കിൽ ആ കടത്തലിൽ രേഖ ഉണ്ടായിരിക്കണം. അതാണ് പെർമിറ്റ്. ആ പെർമിറ്റിൽ ഏറ്റവും ആദ്യമായി തന്നെ വേണ്ട കാര്യമാണ് അത് കടത്താൻ അല്ലെങ്കിൽ ലഹരി മരുന്നോ കൊണ്ടുപോകാൻ അധികാരമുള്ള വ്യക്തിയുടെ പേരും മേൽവിലാസവും അതുപോലുള്ള കാര്യങ്ങളെല്ലാം വളരെ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ പെർമിറ്റ് പ്രാബല്യത്തിൽ വരുന്ന കാലയളവ് നമ്മൾ മുമ്പ് തന്നെ പറഞ്ഞിരുന്നു. ഒരു പെർമിറ്റ് ഉണ്ടെന്ന രീതിയിൽ എല്ലാ കാലമൊന്നും മദ്യം കടത്താനോ അതുപോലുള്ള സാധനങ്ങൾ കടത്താനോ ഒന്നും സാധിക്കില്ല. ആ പെർമിറ്റ് പ്രാബല്യത്തിൽ വരുന്ന കാലയളവ് വ്യക്തമായിട്ട് തന്നെ പരാമർശിച്ചിരിക്കണം. അതുപോലെ തന്നെ പെർമിറ്റിൽ അനുവദിക്കപ്പെട്ട മദ്യത്തിന്റെയോ ലഹരി മരുന്നുകളുടെയോ അളവ്. പെർമിറ്റ് ഉണ്ടെന്ന ധൈര്യത്താൽ എത്രത്തോളം വേണമെങ്കിലും മദ്യം കടത്താനൊന്നും സാധിക്കില്ല. അനുവദിക്കപ്പെട്ടിട്ടുള്ള മദ്യത്തിന് ലഹരി മരുന്നിനും കൃത്യമായുള്ള അളവുണ്ടായിരിക്കും. ആ അളവും വിവരങ്ങളും എല്ലാം നമ്മുടെ പെർമിറ്റിൽ പരാമർശിച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ സർക്കാർ നിർദ്ദേശിച്ചേക്കാവുന്ന മറ്റേതെങ്കിലും വിവരങ്ങൾ ഈ നിയമപ്രകാരം ലൈസൻസ് ഉള്ള വ്യക്തികൾക്ക് മാത്രമേ പൊതു പെർമിറ്റുകൾ നൽകുന്നുള്ളൂ. അതായത് മറ്റെന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം പെർമിറ്റിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ലൈസൻസ് ഉള്ള വ്യക്തികൾക്ക് മാത്രമേ പൊതു പെർമിറ്റുകൾ അനുവദിക്കുകയുള്ളൂ. വളരെ ഇമ്പോർട്ടന്റ് ആണ് പെർമിറ്റിലെ ഘടകങ്ങൾ. ഇനി കൂടാതെ പെർമിറ്റിൽ അനുവദിച്ചിട്ട് അളവിൽ മാത്രമേ മദ്യങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കൂ. നമ്മൾ പറഞ്ഞതാണ്. അബ്കാരി പെർമിറ്റ് ലഭിച്ച വ്യക്തിയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കും ഈ പെർമിറ്റിന്റെ നിയമപരമായ സംരക്ഷണം ലഭിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരാൾ അബ്കാരി പെർമിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അബ്കാരി പെർമിറ്റ് ലഭിച്ച വ്യക്തിയുടെ കീഴിലാണ് മറ്റൊരാൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ആൾക്കും ഇതുപോലുള്ള കടത്തൽ അനുവദനീയമാണ്. അയാളും ഈ നിയമത്താൽ അല്ലെങ്കിൽ ഈ പെർമിറ്റിനാൽ നിയമപരമായ സംരക്ഷണത്തിൽ ആയിരിക്കും. നമുക്ക് അടുത്തതായി നോക്കാനുള്ളത് മദ്യവുമായി ബന്ധപ്പെട്ട അഥവാ മദ്യത്തിന്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ്. മദ്യം എന്നതിൽ കള്ള്, ചാരായം അതുപോലുള്ള പല വസ്തുക്കളും വരുന്നുണ്ട്. ആദ്യം തന്നെ സെക്ഷൻ 15, കള്ള് ഒഴികെയുള്ള മദ്യവും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയും വിൽപ്പന നിരോധിച്ചിരിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ. നമ്മൾ പറഞ്ഞു കള്ളും മദ്യവും രണ്ടാണെന്ന് മുമ്പ് തന്നെ പറഞ്ഞു. പല ഡെഫിനേഷൻസ് ഉണ്ട്, നമുക്കത് പഠിക്കാം. അത് സെക്ഷൻ 15 പറയുന്നത് എന്തെന്നാൽ കള്ള് ഒഴികെയുള്ള മദ്യം, കള്ളൊഴികെ, അതായത് നമ്മൾ കാണാൻ മറ്റേ പന പോലുള്ള മരങ്ങളിൽ നിന്ന് ചെത്തി അല്ലെങ്കിൽ വേർതിരിച്ചിരിക്കുന്ന കള്ള് ഒഴികെയുള്ള മദ്യവും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയും വിൽപ്പന
നിരോധിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 15. അതായത് കള്ളിന്റെ ഇതിനെ പരാമർശിക്കുന്നില്ല. കള്ളൊഴികെയുള്ള മറ്റു മദ്യങ്ങളുടെയും ലഹരി പദാർത്ഥങ്ങളുടെയും വിൽപ്പന നിരോധിക്കുന്ന സെക്ഷൻ ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ള സെക്ഷനാണ് സെക്ഷൻ 15. സെക്ഷൻ 15 പറയുന്ന മറ്റു കാര്യങ്ങൾ നോക്കാം. കള്ള് ചെത്താൻ അവകാശമുള്ള ആൾക്ക് ലൈസൻസ് ഇല്ലാതെ തന്നെ അബ്കാരി നിയമപ്രകാരം കള്ള് നിർമ്മിക്കാവുന്നതും ലൈസൻസ് ഉള്ള വ്യക്തിക്ക് വിൽക്കാവുന്നതുമാണ്. അതായത് കള്ള് ചെത്താൻ അവകാശമുള്ള, അതായത് ഒരു ചെത്തുകാരനെ പറ്റിയാണ് ഇവിടെ പരാമർശിക്കുന്നത്. അദ്ദേഹത്തിന് കള്ള് നിർമ്മിക്കാം. അദ്ദേഹത്തിന് നേരിട്ട് വിൽപ്പന നടത്താൻ സാധിക്കില്ലെന്നും ഇവിടെ പരാമർശിക്കുന്നുണ്ട്. നേരിട്ട് വിൽപ്പന നടത്താൻ പറ്റുന്നില്ലെങ്കിലും വിൽപ്പന നടത്താൻ അധികാരമുള്ള ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ലൈസൻസ് ഉള്ള പെർമിറ്റ് ഉള്ള ഒരു വ്യക്തിക്ക് ഇദ്ദേഹം നിർമ്മിക്കുന്ന കള്ള് കൊടുക്കാനും സാധിക്കും എന്ന് പറയുന്നതും സെക്ഷൻ 15-ലാണ്. കമ്മീഷണറുടെ ലൈസൻസ് ഇല്ലാതെ മദ്യമോ മറ്റ് ലഹരി മരുന്നോ വിൽക്കുവാൻ പാടില്ല. നമുക്കറിയാം, ഏത് ലഹരി മരുന്നായാലും, അത് മദ്യമോ മറ്റെന്ത് ലഹരി മരുന്നായാലും അത് വിൽക്കണമെങ്കിൽ അതിന് പ്രത്യേകതരം ലൈസൻസ് വേണം. ആ ലൈസൻസ് നൽകുന്നത് കമ്മീഷണറാണെന്ന് കൃത്യമായി തന്നെ നമ്മൾ മനസ്സിലാക്കണം. അത് അതിനെപ്പറ്റി എല്ലാം പരാമർശിക്കുന്നത് സെക്ഷൻ 15-ലാണ്. അതുപോലെ തന്നെ എന്താണ് വിൽപ്പന, എന്തൊക്കെയാണ് വിൽപ്പന എന്ന ഗണത്തിൽ പെടുത്താവുന്നത് എന്നും പറയുന്നത് സെക്ഷൻ 15-ലാണ്. ആദ്യം തന്നെ നമുക്ക് നോക്കാം. മദ്യം ഏതെങ്കിലും തരത്തിൽ കൈമാറുന്നു. അപ്പൊ നമ്മളൊരു വസ്തു കൈമാറുകയാണെങ്കിൽ അതെങ്ങനെയാണ് വിൽപ്പനയാകുന്നത് നമുക്ക് ആലോചിക്കാൻ പറ്റും. എന്നാൽ മദ്യം ഏതെങ്കിലും തരത്തിൽ കൈമാറുകയാണെങ്കിൽ, മദ്യം കൈമാറ്റം ചെയ്യുന്നത് അതൊരു വിൽപ്പനയായിട്ട് തന്നെയാണ് അബ്കാരി നിയമപ്രകാരം കൂട്ടുന്നത്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് പല സംശയങ്ങളും വരാൻ മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്, ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളതുമാണ്. അപ്പൊ പ്രത്യേകം എടുത്തു പഠിക്കേണ്ട ഒന്ന് തന്നെയാണ് മദ്യം പാരിതോഷികമായി നൽകുന്നത്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷന്റെയോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന്റെയോ ഒക്കെ ഭാഗമായിട്ട് മദ്യം നൽകുകയാണ്, അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റായിട്ട് പാരിതോഷികമായി നൽകുകയാണെങ്കിൽ അതും അബ്കാരി നിയമപ്രകാരം കൃത്യമായി തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ അതൊരു വിൽപ്പന എന്ന് തന്നെയാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. സെക്ഷൻ 21. കള്ള് ചെത്തുന്നവർക്ക് നൽകേണ്ട ലൈസൻസിനെ കുറിച്ച് പ്രകാശിച്ചിരിക്കുന്ന അബ്കാരി ആയിട്ടുള്ള സെക്ഷനാണ് സെക്ഷൻ 21. നമ്മൾ സെക്ഷൻ 15 തന്നെ പറഞ്ഞിരുന്നു, കള്ള് ചെത്തുന്ന അല്ലെങ്കിൽ കള്ള് ചെത്തുകാരന് ലൈസൻസിന്റെ ആവശ്യമില്ലാതെ തന്നെ കള്ള് നിർമ്മിക്കുവാനും വിൽക്കാൻ അവകാശമുള്ള വ്യക്തിക്ക് അത് കൈമാറുവാനും സാധിക്കും. എന്നാൽ കള്ള് ചെത്തുകാരന് ലൈസൻസ് ഈടാക്കുന്നുണ്ട്. ലൈസൻസിനെ പറ്റി പരാമർശിക്കുന്നത്, അതായത് ചെത്തുകാരന്റെ ലൈസൻസിനെ പറ്റി പരാമർശിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 21. അങ്ങനെ തന്നെ എടുത്ത് യോജിച്ചിട്ടുള്ളതാണ്. നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയിലും വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയിലും സെക്ഷൻ 21 എടുത്ത് യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മദ്യവുമായി ബന്ധപ്പെട്ട പല പല ടേംസിലേക്ക് കിടക്കാം. മദ്യം അഥവാ ലിക്വർ എന്നാൽ എന്താണ് ലിക്വർ? അബ്കാരി ആക്ടിലെ മദ്യത്തിന്റെ നിർവചനം നൽകിയിരിക്കുന്ന സെക്ഷൻ 3(10) അതായത് നമ്മൾ പറഞ്ഞിരുന്നു, പല പല മദ്യത്തിനും കള്ളിനും ചാരായത്തിനും എല്ലാം പല പല ഡെഫിനിഷനാണ്, പല പല നിർവചനങ്ങളാണ് നമുക്ക് അബ്കാരി ആക്ടിൽ പഠിക്കാനുള്ളത്. ആ ഡെഫിനിഷൻസ് എല്ലാം കിടക്കുന്നത് സെക്ഷൻ 3-ലാണ് എല്ലാത്തിന്റെയും നിർവചനങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നത്. എന്നാൽ സെക്ഷൻ 3(10) മദ്യം ലിക്വർ എന്നതിന്റെ ഡെഫിനിഷൻ നൽകിയിരിക്കുന്നത്. നമുക്ക് അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കിടക്കാം. മദ്യം എന്നാൽ സ്പിരിറ്റ്, വൈൻ, കള്ള്, ചാരായം, ബിയർ തുടങ്ങി ആൽക്കഹോൾ അടങ്ങിയ എല്ലാ പാനീയങ്ങളും. മദ്യം എന്നാൽ സ്പിരിറ്റ് ഉൾപ്പെടും. വൈൻ, കള്ള്, ചാരായം, ബിയർ തുടങ്ങി ആൽക്കഹോൾ അടങ്ങിയ, പ്രത്യേകം ശ്രദ്ധിക്കുക, ആൽക്കഹോൾ അടങ്ങിയ എല്ലാ പാനീയങ്ങളും നമുക്ക് മദ്യം എന്ന ഗണത്തിൽ പെടുത്താം എന്നാണ് അബ്കാരി ആക്ടിൽ പറയുന്നത്. അപ്പം മദ്യത്തെ പറ്റി പരാമർശിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം അത് 3(10) 3(10) നമുക്ക് അബ്കാരി ആക്ടിലെ മദ്യത്തിന്റെ ഡെഫിനേഷൻ പറയുന്നത്. ഇനി നമുക്ക് മദ്യം എന്തെന്ന് നമുക്ക് ഡെഫിനേഷനിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി മദ്യം എന്താണ്, എങ്ങനെയാണ് അതിന്റെ തരംതിരിവ്, എന്തൊക്കെയാണ് അതിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് നമുക്ക് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ലിക്വർ. മദ്യം താഴെ പറയുന്ന 2 ഭാഗങ്ങളായി തരംതിരിക്കാം. ആദ്യം തന്നെ നമുക്ക് 2 ഭാഗങ്ങളായി ആദ്യം തന്നെ മദ്യത്തെ തരംതിരിച്ച് നോക്കാം. ഒന്ന് പുളിപ്പിച്ച മദ്യം, ഒന്ന് വാറ്റിയെടുത്ത മദ്യം. നമുക്കറിയാം പുളിപ്പിച്ച മദ്യം ഉദാഹരണമാണ് കള്ള്, ബിയർ, വൈന് തുടങ്ങിയവ. നമുക്കറിയാം വൈൻ ഇടുന്ന കേസൊക്കെ നമുക്കറിയാം, നമ്മള് വീട്ടിലൊക്കെ പലരും വൈൻ ഇടാറൊക്കെ ഉണ്ട്. അതെല്ലാം ഒരുമാതിരി പുളിപ്പിച്ച രീതിയിലാണ് അതിന്റെ എല്ലാം നിർമ്മാണ പ്രക്രിയ നടക്കുന്നത്. അതുപോലെ തന്നെ തെങ്ങിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന കള്ള്, അതൊക്കെ നമ്മൾ പുളിപ്പിച്ച് തന്നെയാണ് നിർമ്മിക്കുന്നത്. നമുക്കറിയാം പുളിപ്പിച്ച് കഴിയുമ്പോഴാണ് അതിന്റെ വീര്യത്തിലൊക്കെ വ്യത്യാസം വരുന്നതും വിൽപ്പനയ്ക്കായി ഉപയോഗിക്കുന്നതെല്ലാം അതുപോലുള്ള കാര്യങ്ങൾ. അത് തന്നെ ആണ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ നമുക്ക് പഠിക്കാനുള്ളത്, പുളിപ്പിച്ച മദ്യം അഥവാ ഫെർമെന്റഡ് ലിക്വർ. അടുത്ത 2ാമത്തെ ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേർതിരിച്ച് തന്നെ പഠിക്കേണ്ടതാണ്, വാറ്റിയെടുത്ത മദ്യം. വാറ്റിയെടുത്ത മദ്യമാണ് 2ാമത്തെ ക്ലാസിഫിക്കേഷൻ. നമ്മൾ വിചാരിക്കും ചായം അതുപോലുള്ള വാറ്റൊക്കെയാണ് വാറ്റിയെടുത്തതെന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ അത് മാത്രമല്ല, നമ്മൾ പല സ്ഥലങ്ങളിലും കാണാറുള്ള വിദേശ മദ്യങ്ങളെല്ലാം തന്നെ വാറ്റിയെടുത്ത് നിർമ്മിക്കുന്നവയാണ്. അതിന്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ പ്രധാനപ്പെട്ട തന്നെ പറയാം. ചാരായം നമുക്കറിയാം വാറ്റിയാണ് ഉണ്ടാക്കുന്നതെന്ന് പല സിനിമകളിലൂടെയും പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കൊക്കോ ബ്രാൻഡി, സ്പിരിറ്റ്, അതുപോലെ തന്നെ ബ്രാൻഡി, വിസ്കി തുടങ്ങിയവ. അതുപോലെ തന്നെ ബ്രാൻഡി, വിസ്കി, റമ്മ്, ജിന്ന് അതുപോലുള്ള മദ്യങ്ങളെല്ലാം തന്നെ വാറ്റിയാണ് നിർമ്മിക്കുന്നത്, അഥവാ ഡിസ്റ്റിൽഡ് പ്രോസസ്സിലൂടെ, ഡിസ്റ്റിൽഡ് ലിക്വറാണ്
ഡിസ്റ്റിൽ പ്രോസസ്സിലൂടെയാണ് നിർമ്മിക്കുന്നത് നമ്മൾ ഓർക്കാം. അപ്പം മദ്യത്തെ നമ്മൾ ആദ്യം രണ്ടായിട്ട് തന്നെ തിരിക്കുന്നു. ഒന്ന് പൊടിപ്പിച്ച മദ്യവും, രണ്ട് വാറ്റിയെടുത്ത മദ്യവും. നമുക്ക് വീണ്ടും മദ്യത്തെ തിരിക്കേണ്ട ആവശ്യമുണ്ട്. അതായത് മദ്യത്തെ അതിന്റെ നികുതി ഈടാക്കുന്നതിലേക്കായി, നികുതി ആവശ്യത്തിലേക്കായി മദ്യത്തെ വീണ്ടും രണ്ടായിട്ട് തിരിക്കുന്നു. അതാണ് ആദ്യത്തെയാണ് നാടൻ മദ്യം. നാടൻ മദ്യം അഥവാ കൺട്രി ലിക്വർ. നമുക്കറിയാം, പേരിൽ ഉൾപ്പെടുന്ന പോലെ തന്നെ നാടനായി നിർമ്മിക്കുന്നവ നാടൻ മദ്യം. നമുക്ക് നോക്കാം. ഉദാഹരണമാണ് കള്ളും ചാരായം. കള്ളും ചാരായവും പ്രാദേശികമായി അഥവാ നാടനായി തന്നെ നാടൻ പ്രദേശങ്ങളിലൊക്കെ നിർമ്മിക്കുന്നവയായതിനാൽ നമുക്ക് കള്ളും ചാരായവും നാടൻ മദ്യം എന്ന ഗണത്തിലാണ് പെടുത്തുന്നത്. അടുത്താണ് വിദേശ മദ്യം, ഫോറിൻ ലിക്വർ. അതിന് ഉദാഹരണമാണ് നാടൻ മദ്യം ഒഴികെയുള്ള ബാക്കി എല്ലാ മദ്യങ്ങളും, കള്ളും ചാരായം ഒഴികെയുള്ള ബാക്കി എല്ലാ മദ്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു, വിദേശ മദ്യം എന്ന ഗണത്തിൽ ഉൾപ്പെടുന്നു. അപ്പം മദ്യത്തെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നു. ആദ്യം പുളിപ്പിച്ചവയും രണ്ട് വാറ്റിയെടുത്തവയും. ഇനി മദ്യത്തെ നമ്മൾ നികുതി ഈടാക്കുന്ന ഒരു ആവശ്യത്തിനായിട്ട് നമ്മൾ വീണ്ടും തിരിക്കുകയാണ്. അതാണ് വിദേശ മദ്യവും നാടൻ മദ്യവും. ഇത്രയാണ് നമ്മൾ മദ്യത്തെ പറ്റി ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമ്മൾ മദ്യവുമായിട്ട് ബന്ധപ്പെട്ട ടെക്നിക്കൽ ടേംസ് അഥവാ അതിന്റെ ഒരു ലീഗൽ ടേംസ് അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ഇതിന്റെ നിർവചനങ്ങളെന്നും അതുപോലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാൻ പോകുന്നേ ഉള്ളൂ. വളരെ വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഇതിൽ നിന്നെല്ലാം ചോദ്യം വരുന്നതാണ്, മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം ഓരോന്നും എടുത്തെടുത്ത് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി മാറ്റി പഠിക്കേണ്ടതുമാണ്. നമുക്ക് അതിലേക്ക് കിടക്കാം. അബ്കാരി നിയമത്തിലെ സാങ്കേതിക നിയമപദങ്ങളെ നിർവചിച്ചിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 3. ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിരുന്നു, സെക്ഷൻ 3 പല പല നിർവചനങ്ങൾ അഥവാ ഡെഫിനിഷൻസ് നൽകിയിരിക്കുന്നത്. പല ലീഗൽ ടേംസിന്റെയും അഥവാ മദ്യവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിന്റെയും ഡെഫിനിഷൻ നമുക്ക് അബ്കാരിയായിട്ട് പഠിക്കാനുണ്ട്. അതുമായി ബന്ധപ്പെട്ട എല്ലാ ഡെഫിനിഷൻ കിടക്കുന്നത് സെക്ഷൻ 3. സെക്ഷൻ 3 ഉപവകുപ്പ് 1 മുതൽ 25 വരെ ഉള്ളവയാണ് ആ ഡെഫിനിഷനുകൾ എല്ലാം. ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ള സെക്ഷനാണ് സെക്ഷൻ 3.1. സെക്ഷൻ 3 ഡെഫിനിഷനാണ് സെക്ഷൻ 3.1 സബ്സെക്ഷൻ 1. 3.1 പ്രകാരം അബ്കാരി റവന്യൂ എന്നാണ് പറയുന്നത്. എന്താണ് അബ്കാരി റവന്യൂ എന്ന് നമുക്ക് ആലോചിക്കാം. അബ്കാരി റവന്യൂ എന്ന് നമുക്കറിയാം, ഒരു വരുമാന സ്രോതസ് എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ അബ്കാരി നിയമവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സർക്കാരിന് വരുമാനമായി ലഭിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം നമുക്ക് അബ്കാരി റവന്യൂ എന്ന ഗണത്തിൽ പെടുത്താം. അതിനെപ്പറ്റി പരാമർശിക്കുന്ന സെക്ഷനാണ് 3.1. മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്നുകളുമായി ബന്ധപ്പെട്ട് അബ്കാരി നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരമോ അല്ലെങ്കിൽ നിലവിലെ മറ്റേതെങ്കിലും നിയമപ്രകാരമോ ചുമത്തപ്പെട്ട നികുതിയോ പിഴയോ ഫീസോ അല്ലെങ്കിൽ കണ്ടുകെട്ടപ്പെട്ട വസ്തുക്കളുടെ മൂല്യമോ എന്നർത്ഥമാക്കുന്നു. അതായത് മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്നുകളുമായി ബന്ധപ്പെട്ട അബ്കാരി നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരമോ അല്ലെങ്കിൽ നിലവിലെ മറ്റേതെങ്കിലും അബ്കാരി നിയമമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിയമമായിക്കോട്ടെ ആ നിയമങ്ങളാൽ ചുമത്തപ്പെട്ട നികുതി നമുക്ക് നോക്കാം. നികുതി നമുക്കറിയാം ടാക്സ് ആണ്. അത് സർക്കാരിന്റെ പ്രധാന ഒരു വരുമാന സ്രോതസ്സാണ്. അപ്പം നികുതിയോ പിഴയോ ഫീസോ അല്ലെങ്കിൽ കണ്ടുകെട്ടപ്പെട്ട വസ്തുക്കളുടെ മൂല്യമോ എന്തെങ്കിലും തൊണ്ടി മുതൽ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് മൂല്യമുള്ളതാണെങ്കിൽ അതും സർക്കാരിന്റെ ഒരു വരുമാനമായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പൊ നികുതി വരുമാനമാണ്, പിഴ വരുമാനമാണ്, ഫീസ് അതുപോലെ തന്നെ കണ്ടുകെട്ടപ്പെട്ട വസ്തുക്കളുടെ മൂല്യം, ഇവയെല്ലാം അബ്കാരി റവന്യൂ എന്ന ഗണത്തിലാണ് പെടുന്നത്. അബ്കാരി റവന്യൂവിനെ പറ്റി പരാമർശിക്കുന്ന സെക്ഷൻ 3 സബ്സെക്ഷൻ 1. അടുത്തത് അബ്കാരി ഓഫീസർ. നമുക്കറിയാം, മുമ്പ് തന്നെ പറഞ്ഞിരുന്നു, പല കാര്യങ്ങൾക്കും അബ്കാരി നിയമവുമായി ബന്ധപ്പെട്ട് ലൈസൻസ് നൽകുന്നതും പെർമിറ്റ് നൽകുന്നതെല്ലാം അബ്കാരി ഓഫീസർ ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. നമുക്ക് നോക്കാം ആരാണ് അബ്കാരി ഓഫീസർ. അബ്കാരി ഓഫീസറിനെ കുറിച്ചുള്ള നിർവചനം നൽകിയിരിക്കുന്നത് സെക്ഷൻ 3.2 സെക്ഷൻ 3.2 അബ്കാരി ഓഫീസർ എന്ന നിർവചനം നൽകിയിരിക്കുന്നത്. അദ്ദേഹം ആരെന്ന് നോക്കിയാൽ ഒരു എക്സൈസ് കമ്മീഷണർ അല്ലെങ്കിൽ അബ്കാരി നിയമത്തിൽ വകുപ്പ് 4 അല്ലെങ്കിൽ 5 പ്രകാരം ഈ പദവിയുടെ ചുമതല നിർവഹിക്കുന്നതിനായി നിയമപരമായി നിയമിക്കപ്പെട്ട ഏതൊരു ഉദ്യോഗസ്ഥനും. പ്രത്യേകം ശ്രദ്ധിക്കുക, അബ്കാരി ഓഫീസർ എന്നാൽ ഒരു എക്സൈസ് കമ്മീഷണറാണ്. എക്സൈസ് കമ്മീഷണറാണ് ഒരു അബ്കാരി ഓഫീസർ. ഇതിന് തന്നെ ചോദ്യം വരാം. ചോദ്യം ഇങ്ങനെ ആയിരിക്കും, ആരാണ് ഒരു അബ്കാരി ഓഫീസർ? പല ഓപ്ഷനുകൾ കാണും. അതിൽ എക്സൈസ് കമ്മീഷണറാണ് അബ്കാരി ഓഫീസർ എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ അത് മാത്രമല്ല, എക്സൈസ് കമ്മീഷണറാണ് അല്ലെങ്കിൽ അബ്കാരി നിയമത്തിലെ വകുപ്പ് 4 അല്ലെങ്കിൽ 5 പ്രകാരം ഈ പദവിയുടെ ചുമതലകൾ നിർവഹിക്കുന്നതിനായി നിയമപരമായി നിയമിക്കപ്പെട്ട ഏതൊരു ഉദ്യോഗസ്ഥനും. നമുക്കറിയാം, അബ്കാരി ഓഫീസർ എന്ന് പറയുന്നത് അബ്കാരി അല്ലെങ്കിൽ എക്സൈസ് കമ്മീഷണറാണ്. അതല്ലെങ്കിൽ അബ്കാരി ആക്ടിലെ സെക്ഷൻ 4 അല്ലെങ്കിൽ 5 പ്രകാരം ഈ പദവിയുടെ ചുമതലകൾ നിർവഹിക്കുന്നതിനായി നിയമിക്കപ്പെട്ട ഏതൊരു ഉദ്യോഗസ്ഥനും നമുക്ക് അബ്കാരി ഓഫീസർ എന്ന് പറയാം. അബ്കാരി ഓഫീസറുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് സെക്ഷൻ 3.2. അടുത്തത് നമുക്ക് നോക്കാൻ പോകുന്ന ഒരു കുറച്ച് ടെക്നിക്കൽ ടേംസ് ഒക്കെ ഉണ്ട്. അതൊന്നാണ് സെക്ഷൻ 3.2A. സെക്ഷൻ 3.2A എന്നാൽ ബ്ലെൻഡിങ് ആണ്. ബ്ലെൻഡിങ് അഥവാ മിശ്രണം എന്തെന്നാൽ ഒരേപോലുള്ളതോ അല്ലെങ്കിൽ വ്യത്യസ്ത വീര്യമുള്ളതോ ആയ 2 തരം മദ്യത്തെ ഒന്നിച്ചാക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്.
അതായത് രണ്ട് തരത്തിലുള്ള മദ്യങ്ങളെ ഒന്നിച്ച് ഒരു ഒരു കുപ്പിയിലാക്കുക അല്ലെങ്കിൽ ഒരുപോലെ ആക്കുക. രണ്ട് വീര്യമുള്ള അല്ലെങ്കിൽ രണ്ട് സെപ്പറേറ്റ് വ്യത്യസ്ത തരത്തിലുള്ള മദ്യങ്ങളാകും. രണ്ടിനെ ഒന്നിച്ച് സംയോജിപ്പിക്കുന്നതിന് പറയുന്ന പേരാണ് ബ്ലെൻഡിങ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ബ്ലെൻഡിങ്ങിനെ പറ്റി പരാമർശിക്കുന്ന സെക്ഷൻ 3(2)A ആണ്. സെക്ഷൻ 3(2)B 3(2)A എന്ന് പറയുന്നത് ബ്ലെൻഡിങ് ആണ്. 3(2)B എന്ന് പറയുന്നത് ബോണ്ടഡ് വെയർഹൗസ് ആണ്. ബോണ്ടഡ് വെയർഹൗസ് നമുക്കറിയാം. വെയർഹൗസ് എന്നൊക്കെ പറയുന്നത് ഒരു ഗോഡൌൺ പോലുള്ള സ്ഥലമായിട്ട് നമുക്ക് പലർക്കും അറിയാതിരിക്കാം. നമുക്ക് ആ ഡീറ്റെയിൽ ആയിട്ട് കിടക്കുകയാണെങ്കിൽ ബോണ്ടഡ് വെയർഹൗസിനെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 3(2)B. 3(2)B ആണ് ബോണ്ടഡ് വെയർഹൗസ്. അതായത് എന്താ ബോണ്ടഡ് വെയർഹൗസ് എന്ന് നമുക്ക് വിശദമായി നോക്കാം. കരാർ അടിസ്ഥാനത്തിൽ മദ്യം സംഭരിച്ചു വെക്കുന്ന സംഭരണശാലകളാണ് ബോണ്ടഡ് വെയർഹൗസുകൾ. നമുക്കറിയാം, നമ്മൾ പല സിനിമകളിലും മദ്യം ആയി ബന്ധപ്പെട്ട പല സിനിമകളിലും വലിയ വലിയ ഗോഡൌണുകൾ, മദ്യം സൂക്ഷിക്കുന്ന പല പല ഗോഡൌണുകൾ കണ്ടിട്ടുണ്ട്. അത് പലപ്പോഴും അത് ബോണ്ടഡ് വെയർഹൗസുകളാണ്. ബോണ്ടഡ് വെയർഹൗസുകളുടെ പ്രത്യേകത എന്തെന്നാൽ കരാർ അടിസ്ഥാനത്തിലായിരിക്കും. അതൊരു കരാർ അടിസ്ഥാനത്തിൽ മദ്യം സംഭരിച്ചു വെച്ചിരിക്കുന്ന സംഭരണശാലകളാണ് ബോണ്ടഡ് വെയർഹൗസുകൾ. അവിടെ ഒരു കരാർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അത് സംഭരിച്ചു വെക്കുന്നവർ അതിനൊരു ഫീസ് ഈടാക്കുന്നുണ്ടായിരിക്കാം. അതുപോലുള്ള കാര്യങ്ങളെല്ലാം വരുന്നതാണ് ബോണ്ടഡ് വെയർഹൗസുകൾ എന്ന് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കുക. 3(2)B ആണ് ബോണ്ടഡ് വെയർഹൗസ്. അടുത്ത സെക്ഷൻ 3(5). സെക്ഷൻ 3(5) പരാമർശിച്ചിരിക്കുന്നത് കോമ്പൗണ്ടിങ് എന്നതിനെ പറ്റിയാണ്. കോമ്പൗണ്ടിങ് എന്താണ്? കോമ്പൗണ്ടിങ് എന്നാൽ വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്തതോ ഇന്ത്യൻ നിർമ്മിതമോ ആയ സ്പിരിറ്റിൽ അതിന്റെ മണമോ രുചിയോ മാറ്റം വരുത്തുന്ന വസ്തുക്കളോ അല്ലെങ്കിൽ കൃത്രിമ നിറമോ ചേർക്കുന്നതാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. നമ്മൾ മുമ്പ് പഠിച്ചിരുന്നു ബ്ലെൻഡിങ് എന്താണ്? രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള മദ്യങ്ങളെ, രണ്ട് വ്യത്യസ്ത വീര്യമുള്ള മദ്യങ്ങളെ ആകാം തമ്മിൽ സംയോജിപ്പിക്കുന്നതാണ് നമ്മൾ ബ്ലെൻഡിങ് എന്ന് പഠിച്ചത്. എന്നാൽ കോമ്പൗണ്ടിങ് എന്താണ്? കോമ്പൗണ്ടിങ് എന്നാൽ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തതോ ഇന്ത്യൻ നിർമ്മിതമോ ആയ സ്പിരിറ്റ്, അതായത് സ്പിരിറ്റ് ഏതെന്ന് നമ്മൾ പരാമർശിക്കുന്നില്ല, വിദേശ നിർമ്മിതമാകാം, ഇന്ത്യൻ നിർമ്മിതമാകാം, എന്ത് തന്നെ ആയിക്കോട്ടെ, അതിന്റെ മണമോ രുചിയോ മാറ്റം വരുത്തുന്ന വസ്തുക്കളോ അല്ലെങ്കിൽ കൃത്രിമ നിറം ചേർക്കുന്ന എന്തു തന്നെ ആയാലും അതിനെ ചേർക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് കോമ്പൗണ്ടിങ്. പ്രത്യേകം ശ്രദ്ധിക്കുക, കോമ്പൗണ്ടിങ് എന്നാൽ ഒരു വിദേശത്തു നിന്നായിക്കോട്ടെ ഇന്ത്യയിൽ നിന്നായിക്കോട്ടെ കിട്ടുന്ന മദ്യത്തില് അതിന്റെ സ്വാഭാവിക ഒരു കാര്യത്തിന് മാറ്റം വരുത്തുന്ന, അഥവാ നിറം മാറ്റമോ മണം മാറ്റമോ രുചി മാറ്റമോ ഒക്കെ ചെയ്യുന്ന ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് കോമ്പൗണ്ടിങ്. നമുക്ക് ഇത് രണ്ടും മാറിപ്പോകാതെ പഠിക്കുക. കോമ്പൗണ്ടിങ് എന്നാൽ എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ ആഡ് ചെയ്യുക എന്ന് മാത്രമാണ് അർത്ഥമാക്കുന്നത്. അതിനെപ്പറ്റി പറയുന്ന സെക്ഷനാണ് 3(5). എന്നാൽ ബ്ലെൻഡിങ് നമ്മൾ നോക്കുകയായി, ബ്ലെൻഡിങ് എന്ന് പറയുന്ന മിശ്രണമാണ്. അതായത് രണ്ടെണ്ണം തമ്മിൽ, രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ആൽക്കഹോൾ അല്ലെങ്കിൽ മദ്യങ്ങൾ തമ്മിൽ കൂട്ടിച്ചേർക്കുന്നതിനാണ് നമ്മൾ ബ്ലെൻഡിങ് എന്ന് പറയുന്നത്. ബ്ലെൻഡിങ്ങിനെ പറ്റി പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 3(2)A. അടുത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അബ്കാരി ഇൻസ്പെക്ടർ. അബ്കാരി ഇൻസ്പെക്ടറെ പറ്റി പരാമർശിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 3(6). 3(6)ലാണ് അബ്കാരി ഇൻസ്പെക്ടറെ പറ്റി പരാമർശിക്കുന്നത്. അബ്കാരി ഇൻസ്പെക്ടർ എന്നാൽ അബ്കാരി നിയമത്തിലെ സെക്ഷൻ 4D പ്രകാരം നിയമിതനായ ഒരു ഉദ്യോഗസ്ഥൻ. ആരാണ് അബ്കാരി ഇൻസ്പെക്ടർ? അബ്കാരി ഇൻസ്പെക്ടറെ പറ്റി പരാമർശിക്കുന്നത് തന്നെ സെക്ഷൻ 4D പ്രകാരം നിയമിതനായ ഏതൊരു ഉദ്യോഗസ്ഥനും 4D പ്രകാരമാണ് അയാൾ നിയമിതനായെങ്കിൽ അയാൾ ഒരു അബ്കാരി ഇൻസ്പെക്ടർ തന്നെയായിരിക്കും. നമുക്കറിയാം, ഇൻസ്പെക്ടർക്കാണ് അബ്കാരി നിയമപ്രകാരം എന്തെങ്കിലും സെർച്ചോ വാറന്റോ അതുപോലെയുള്ള എന്തെങ്കിലും നടത്താനൊക്കെ അധികാരമുള്ളത്. അദ്ദേഹത്തെ പറ്റി പരാമർശിക്കുന്നത് സെക്ഷൻ 4D ആണ്. അബ്കാരി ആക്ടിലെ സെക്ഷൻ 4D ആണ്. അത് തന്നെയാണ് അബ്കാരി ഇൻസ്പെക്ടറുടെ നിർവചനം എന്ന് പറയുന്നത്. അടുത്ത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷനാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. പ്രത്യേകം എടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു സെഷൻ തന്നെയാണ്. നമുക്ക് വളരെ ശ്രദ്ധിച്ചിരിക്കുക, മാറിപ്പോകാതെ പഠിക്കുക. ഡെഫിനേഷനാണ് നോക്കാം. അടുത്താണ് അരാക്ക് അഥവാ ചാരായം. നമ്മൾ കേട്ടിട്ടുണ്ട് ചാരായം എന്നൊക്കെ പല സിനിമകളിലൊക്കെ കേട്ടിട്ടുണ്ട്. ചാരായം നമുക്കിപ്പം കേരളത്തിൽ ലഭ്യമല്ല. ചാരായ നിരോധനമൊക്കെ വന്നതാണ് നമ്മുടെ കേരളത്തിൽ. അപ്പൊ ചാരായത്തെ പറ്റി പരാമർശിക്കുന്ന സെഷൻ ഏതെന്ന് ചോദിച്ചാൽ സെക്ഷൻ 3(6)A ആണ്. 3(6) നമ്മൾ നോക്കിയിരുന്നു, അബ്കാരി ഇൻസ്പെക്ടർ ആയിരുന്നു. സെക്ഷൻ 3(6)A പരാമർശിക്കുന്നത് ചാരായത്തെ പറ്റിയാണ്. ചാരായത്തിന് നിർവചനം നൽകിയിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 3(6)A. 3(6)A പ്രകാരം എന്തെന്ന് നോക്കാം. ചാരായം എന്നാൽ കള്ള, ബിയർ, സ്പിരിറ്റ്, വൈന്, വിദേശ മദ്യം, അതുപോലെ തന്നെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത് സർക്കാർ അംഗീകൃത ഫോർമുല പ്രകാരം നിർമ്മിച്ച ആൽക്കഹോൾ അടങ്ങിയ എല്ലാ ദ്രാവകങ്ങളും ഒഴികെ കുടിക്കുവാൻ കഴിയുന്ന ഏത് ലിക്വറും ചാരായം എന്ന വിഭാഗത്തിൽ പെടുന്നു. അതായത് ചാരായം എന്നാൽ കള്ള, ബിയർ, സ്പിരിറ്റ്, വൈന്, വിദേശ മദ്യം, ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നതും സർക്കാർ അംഗീകൃത ഫോർമുല പ്രകാരം നിർമ്മിച്ച ആൽക്കഹോൾ അടങ്ങിയ ദ്രാവകങ്ങൾ അവയൊഴികെ, അതായത് ഈ മേൽ പറഞ്ഞ പാനീയങ്ങൾ ഒഴികെ, ആൽക്കഹോൾ അടങ്ങിയതാണ് ഇവയെല്ലാം, ഇവയൊഴികെയുള്ള മറ്റ് ആൽക്കഹോൾ അടങ്ങിയ പാനീയങ്ങളെല്ലാം നമ്മൾ ചാരായം എന്ന ഗണത്തിലാണ് പെടുത്തുന്നത്. അതായത് കള്ള്, ബിയർ, സ്പിരിറ്റ്, വൈനൊക്കെ നിർമ്മിക്കുന്ന പ്രക്രിയകൾ നമ്മൾ പറഞ്ഞിരുന്നു. അവയൊഴികെയുള്ള,
അതായത് അവയൊഴികെ നമുക്ക് കുടിക്കാൻ കഴിയുന്ന ആൽക്കഹോൾ അടങ്ങിയ ഏതൊരു ലിക്വറും ചാരായം എന്ന വിഭാഗത്തിൽപ്പെടുന്നു. ചാരായത്തിനെ പറ്റി പരാമർശിച്ച സെക്ഷൻ നമ്മൾ പ്രത്യേകം ചോദിക്കുന്നതാണ്. സെക്ഷൻ 3(6)(a) ആണ്. കള്ള് നമ്മൾ പല സ്ഥലങ്ങളിലും പല നമ്മുടെ തന്നെ സ്ഥലങ്ങളിലെല്ലാം കള്ള് ഷാപ്പുകളെല്ലാം കണ്ടിട്ടുണ്ട്. ടൊടി ഷാപ്പ്, കള്ള് ഷാപ്പ് എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കള്ളിനെ പറ്റി പരാമർശിക്കുന്ന അല്ലെങ്കിൽ കള്ളിന്റെ നിർവചനം നൽകിയിരിക്കുന്ന സെക്ഷൻ ഏതെന്ന് ചോദിച്ചാൽ സെക്ഷൻ 3(8) ആണ്. സെക്ഷൻ 3(8) ആണ് കള്ള്. കള്ളിന്റെ നിർവചനത്തെ പറ്റി നോക്കാം. കള്ള് എന്നാൽ തെങ്ങ്, പന, ഈന്തപ്പന തുടങ്ങിയ ഏതുതരം പനമരങ്ങളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന പുളിപ്പിച്ചതോ പുളിപ്പിക്കാത്തതോ ആയ പാനീയമാണ് കള്ള്. നമുക്കറിയാം കള്ളിന്റെ നിർമ്മാണ പ്രക്രിയ പുളിപ്പിച്ചുണ്ടാക്കുന്നതാണെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ വേർതിരിച്ചിരിക്കുന്ന പുളിപ്പിച്ചതോ പുളിപ്പിക്കാത്തതോ ആയ എല്ലാത്തിനെയും നമ്മൾ കള്ളെന്ന് തന്നെ പറയുന്നു. പ്രത്യേക ശ്രദ്ധിക്കുക, കള്ളെന്നാൽ തെങ്ങ്, പന, ഈന്തപ്പന തുടങ്ങിയ ഏതുതരം പനമരങ്ങളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന പുളിപ്പിച്ചതോ പുളിപ്പിക്കാത്തതോ ആയ പാനീയമാണ് കള്ള്. കള്ളിനെ പറ്റി പരാമർശിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 3(8). അടുത്ത സെക്ഷൻ നോക്കാം. സ്പിരിറ്റ്. എന്താണ് സ്പിരിറ്റ്? നമ്മൾ പല സിനിമകളിൽ കണ്ടിട്ടുണ്ട്. സ്പിരിറ്റ് കടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട സിനിമകൾ കണ്ടിട്ടുണ്ട്. അപ്പൊ സ്പിരിറ്റ് എന്താണെന്ന് നോക്കാം. സ്പിരിറ്റിന്റെ സെക്ഷൻ പറയുന്നതാണ് സെക്ഷൻ 3(9) ആണ് സ്പിരിറ്റ്. സ്പിരിറ്റിന്റെ നിർവചനം നൽകിയിരിക്കുന്നത് നമുക്ക് നോക്കാം. സ്പിരിറ്റ് എന്നാൽ മദ്യം അടങ്ങിയതും ഡിസ്റ്റിലേഷൻ വഴി നിർമ്മിച്ചെടുക്കുന്നതുമായ ഏത് മദ്യവും നമുക്ക് സ്പിരിറ്റ് എന്ന് പറയാം. നമുക്കറിയാം ഡിസ്റ്റിലേഷൻ വഴി, അതായത് മാറ്റിയെടുത്ത വഴി, അതായത് സ്വേദനം വഴിയൊക്കെ നിർമ്മിക്കുന്ന സാധനമാണ് സ്പിരിറ്റ്. അതായത് പുളിപ്പിച്ചൊന്നും അല്ല ഉണ്ടാക്കുന്നത് നമുക്കറിയാം. സ്പിരിറ്റ് എന്നാൽ മദ്യം അടങ്ങിയത്, അതായത് കുടിച്ച ലിക്വർ അടങ്ങിയതും അതുവഴി നിർമ്മിച്ചെടുക്കുന്നതായ ഏത് മദ്യവും നമുക്ക് സ്പിരിറ്റ് എന്ന ഗണത്തിൽപ്പെടുത്താം. സ്പിരിറ്റിനെ പറ്റി പരാമർശിക്കുന്ന സെക്ഷൻ നമ്മൾ പഠിച്ചിരിക്കുക സെക്ഷൻ 3(9). അടുത്ത് നമ്മൾ മദ്യം, സ്പിരിറ്റ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം നോക്കി, കള്ള് എല്ലാം നോക്കി. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നതാണ് ബിയർ. എന്താണ് ബിയർ എന്ന് നോക്കാം. ബിയറിനെ പറ്റി പരാമർശിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 3(11). പ്രത്യേകം ചോദിച്ചിട്ടുണ്ട്, ഇനിയും പഠിക്കുക. സെക്ഷൻ 3(11) ബിയർ. എന്താണ് ബിയർ എന്നുള്ള നിർവചനം നൽകിയിരിക്കുന്നത്. ബിയർ എന്നാൽ മാൾട്ടിൽ നിന്ന് പൊളിപ്പിച്ചുണ്ടാക്കുന്ന എയിൽ, സ്റ്റൗട്ട്, പോർട്ടർ തുടങ്ങിയ പാനീയങ്ങളാണ് ബിയർ എന്ന് പറയുന്നത്. നമ്മൾ പറയാം കള്ളും ബിയറും വൈനും എല്ലാം പൊളിപ്പിച്ചാണ് നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞു. അതായത് ബിയർ എന്നാൽ മാൾട്ടിൽ നിന്ന്, മാൾട്ട് നമുക്കറിയാം പലതരത്തിലുള്ള ധാന്യങ്ങളാണ് മാൾട്ട് എന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ മാൾട്ടിൽ നിന്ന് പൊളിപ്പിച്ചെടുക്കുന്ന, അതായത് ഗോതമ്പ് ആയിക്കോട്ടെ അതുപോലുള്ള വസ്തുക്കളിൽ നിന്നൊക്കെ പൊളിപ്പിച്ച്, അതൊക്കെ ഒരു പ്രത്യേക തരത്തിൽ ഫെർമെന്റ് ചെയ്ത് പൊളിപ്പിച്ചെടുക്കുന്നതാണ് ബിയർ എന്ന് പറയുന്നത്. പൊളിപ്പിച്ചുണ്ടാക്കുന്ന എയിൽ, സ്റ്റൗട്ട്, പോർട്ടർ തുടങ്ങിയ പാനീയങ്ങളാണ് ബിയർ എന്ന ഗണത്തിൽപ്പെടുന്നത്. അപ്പൊ നമ്മൾ ഇതുപോലുള്ള ടെക്നിക്കൽ ടേംസ് എല്ലാം ഓർത്ത് വെക്കുക. എയിൽ, സ്റ്റൗട്ട്, പോർട്ടർ ഇതൊക്കെ ബിയറുമായി ബന്ധപ്പെട്ട വാക്കുകളാണ്. ബിയറുമായി ബന്ധപ്പെട്ട സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 3(11). അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് വിവിധ തരത്തിലുള്ള മദ്യങ്ങളെ പറ്റിയാണ്. നാടൻ മദ്യം അഥവാ കൺട്രി ലിക്വർ. നാടൻ മദ്യം അഥവാ കൺട്രി ലിക്വറിനെ പറ്റി പരാമർശിക്കുന്ന സെക്ഷനാണ് 3(12). 3(12) നമുക്ക് നാടൻ മദ്യത്തെ പറ്റി പരാമർശിക്കുന്നത്. നാടൻ മദ്യം എന്നാൽ നമുക്കറിയാം കള്ള്, ചാരായം തുടങ്ങിയ, അതായത് കള്ള്, ചാരായം തുടങ്ങി പ്രാദേശികമായി നിർമ്മിക്കുന്ന മദ്യങ്ങൾ അഥവാ പാനീയങ്ങളാണ് നമുക്ക് നാടൻ മദ്യം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു കള്ള്, ചാരായം തുടങ്ങിയവ സാധാരണമായി സ്ഥലങ്ങളിൽ പ്രാദേശികമായി വലിയ ഫാക്ടറി പ്രോസസ് ഒന്നും ഇല്ലാതെ തന്നെ നിർമ്മിച്ചെടുക്കുന്നവയാണ്. അവയാണ് നമുക്ക് നാടൻ മദ്യം എന്ന് ഗണത്തിൽപ്പെടുത്താൻ പറ്റുന്നത്. നാടൻ മദ്യത്തിന്റെ സെഷൻ എന്ന് പറയുന്നത് 3(12) ആണ്. അടുത്തായി തൊട്ടടുത്ത സെഷൻ 3(13). ഇത് നാടൻ മദ്യം പറഞ്ഞ പോലെ തന്നെ അടുത്ത സെഷനാണ് ഫോറിൻ ലിക്വർ അഥവാ വിദേശ മദ്യം. നാടൻ മദ്യം, വിദേശ മദ്യം നമ്മളുടെ സെഷനുകൾ അടുത്തടുത്താണ് 3(12) 3(13). വിദേശ മദ്യം എന്നാൽ നാടൻ മദ്യം ഒഴികെയുള്ള മറ്റെല്ലാ മദ്യവും. നമ്മൾ പറഞ്ഞിരുന്നു നാടൻ മദ്യം കള്ളും ചാരായവുമാണ്. മറ്റുള്ള മദ്യങ്ങളെല്ലാം നിർമ്മാണത്തിൽ വളരെ വലിയ പ്രോസസ്സുകളുണ്ട്. ഡിസ്റ്റിലേഷൻ പ്രോസസ്സുകൾ അതുപോലുള്ള പ്രോസസ്സുകളെല്ലാം നമുക്ക് പഠിക്കാറുമുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രാൻഡി, വിസ്കി പോലുള്ള മദ്യങ്ങൾ, ബ്രാൻഡി, വിസ്കി, റമ്മ്, ജിന്ന് അതുപോലുള്ള മദ്യങ്ങളെല്ലാം തന്നെ നമുക്ക് വിദേശ മദ്യമാണ്. അപ്പൊ നാടൻ മദ്യം, കള്ളും ചാരായവും, വിദേശ മദ്യം എന്നാൽ മറ്റുള്ള മദ്യങ്ങളും. ആ വിദേശ മദ്യത്തെ പറ്റി പരാമർശിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 3(13). അടുത്തത് നമ്മുടെ വിദേശ മദ്യത്തിന്റെ തന്നെ പല നിർവചനങ്ങൾ വരുന്നുണ്ട്. നമുക്ക് നോക്കാം. വിദേശ മദ്യത്തിൽ ആദ്യം തന്നെ നമുക്ക് പഠിക്കാവുന്നതാണ് വിദേശ നിർമ്മിത വിദേശ മദ്യം അഥവാ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വർ. ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വർ അഥവാ വിദേശ നിർമ്മിത വിദേശ മദ്യം. വിദേശ മദ്യത്തിന്റെ സെക്ഷൻ നമ്മൾ പറഞ്ഞിരുന്നു സെക്ഷൻ 3(13) ആണ്. എന്നാൽ വിദേശ നിർമ്മിത വിദേശ മദ്യത്തിന്റെ സെക്ഷൻ 3(13)(a). പ്രത്യേകം ശ്രദ്ധിക്കുക, 3(13)(a) ആണെങ്കിൽ വിദേശ നിർമ്മിത വിദേശ മദ്യമാണ്. വിദേശ നിർമ്മിത വിദേശ മദ്യം എന്നാൽ വിദേശത്ത് നിർമ്മിച്ചതോ കലർത്തിയതോ വാറ്റിയതോ കുപ്പിയിലാക്കിയതോ ആയ മദ്യത്തെ കടൽ മാർഗമോ കരമാർഗമോ വായുമാർഗമോ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്താൽ അത്തരത്തിലുള്ള മദ്യത്തെ വിദേശ നിർമ്മിത വിദേശ മദ്യം എന്ന് പറയുന്നു. നമുക്കറിയാം വിദേശ മദ്യം എന്ന് പറയുമ്പോൾ തന്നെ അത് പൂർണ്ണമായും ഒരു ഫോറിൻ കൺട്രിയിൽ, അതായത് വിദേശത്ത് നിന്നും ഉൽപ്പാദിക്കുകയോ കലർത്തുവോ അല്ലെങ്കിൽ മാറ്റിയെടുക്കുകയോ കുപ്പിയിലാക്കുകയോ ഒക്കെ ചെയ്യുന്ന മദ്യമായിരിക്കാം. അത്തരത്തിൽ വിദേശ രാജ്യത്ത് നിർമ്മിച്ച, അത് പൂർണ്ണമായും ഇന്ത്യയിലല്ല നിർമ്മിച്ചിരിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. വിദേശത്ത് നിർമ്മിച്ച മദ്യത്തെ ഏതെങ്കിലും വഴി, അതായത് പല മാർഗങ്ങൾ മുഖേന ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുകയാണ്. അതായത്
കടൽ മാർഗമോ കരമാർഗമോ വായു മാർഗമോ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്താൽ അത്തരത്തിലുള്ള മദ്യത്തെയാണ് നമ്മൾ വിദേശ മദ്യം എന്ന് പറയുന്നത്. അതാണ് വിദേശ മദ്യത്തിന്റെ നിർവചനമായി നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തതാണ് ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്വർ. ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്വർ, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തെ പറ്റി പരാമർശിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 313B. 313A പഠിച്ചു. 313Bയിലാണ് നമുക്ക് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം. നമുക്ക് നോക്കാം വിദേശ മദ്യവും അവ അല്ലാത്ത ഇന്ത്യയിൽ നിർമ്മിച്ച മറ്റേത് മദ്യവും. അതായത് നമുക്കറിയാം വിദേശ മദ്യം എന്ന് പറഞ്ഞ സെക്ഷനാണ് 313. വിദേശ മദ്യത്തെ പറ്റി പറയുന്നത് 313. ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കർ അഥവാ വിദേശ നിർമ്മിത വിദേശ മദ്യത്തെ പറയുന്നത് 313Aയിലും ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തെ പറ്റി പറയുന്നത് 313Bയിലും. അതായത് കള്ള് ചാരായം അല്ലാത്ത, അതായത് ബ്രാൻഡി, വിസ്കി, റം അതുപോലെ ഉള്ളവയാണ് നമ്മൾ വിദേശ മദ്യം എന്ന് നമ്മൾ പഠിക്കുന്നത്. എന്നാൽ അത് ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ചവയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ എന്ന് പറയുന്നത്. ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ പഠിച്ച ഓരോ ഡെഫിനേഷൻസ് നമ്മൾ എടുത്തെടുത്ത് പഠിക്കുക, മാറ്റം വരാതെ അഥവാ തമ്മിൽ മിക്സ് ആകാതെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പഠിക്കേണ്ടതാണ്. തമ്മിൽ മാറിപ്പോയാൽ ഓരോ മാർക്കും നമ്മുടെ വിലപ്പെട്ടതാണ്. അപ്പം ഡെഫിനേഷൻസ് എല്ലാം കൃത്യമായി തന്നെ പഠിക്കുക. നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ മറ്റ് ഡെഫിനേഷൻ, മദ്യവും മറ്റ് ലഹരി മരുന്നുകളുമായി ബന്ധപ്പെട്ട മറ്റ് ഡെഫിനേഷൻസുകൾ പഠിക്കാവുന്നതാണ്. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.